മീത്തലെ മുക്കാളിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ. കേന്ദ്രമന്ത്രിയുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ചോമ്പാല മീത്തലെ മുക്കാളിയിൽ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം തികച്ചും ന്യായമാണെന്നും ഇതിനായി ബിജെപി പ്രതിനിധി സംഘം ഒരാഴ്ചക്കുള്ളിൽ കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. മീത്തലെ മുക്കാളിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ടാണ് നമ്മുടെ റീച്ചിന് മാത്രം, ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ഇത്രയധികം സമരം നടക്കുന്ന മറ്റൊരു റീച്ച് ഇല്ല. കാരണം എല്ലാ സ്ഥലത്തും ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് എന്തോ ചെറിയ തരത്തിലുള്ള തെറ്റുകൾ പറ്റിപ്പോയി എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതൊന്നും ആവശ്യമുള്ള സമയത്ത് ചൂണ്ടിക്കാണിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ കുത്തിയിരിക്കാനുള്ള ഒരു കാരണമായിട്ട് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, ഇതിന്റെ സമരസമിതിയുടെ പ്രവർത്തകർ എന്നെ വന്ന് കണ്ടിരുന്നു. പ്രീതേച്ച് ഉൾപ്പെടെയുള്ള നമ്മുടെ മുൻ മെമ്പർ നിരന്തരമായി ഈ വിഷയം എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം കൊടുത്ത ദേശീയപാതയുമായി ബന്ധപ്പെട്ട അണ്ടർപാസുകളുടെയും ഫുട് ഓവർ ബ്രിഡ്ജുകളുടെയും കൗപാസുകളുടെയും എല്ലാം ലിസ്റ്റ് തിരുവനന്തപുരംജിയെ കണ്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി നേരിട്ട് ആവശ്യപ്പെട്ട പല സ്ഥലങ്ങളിലും പി.ടി. ഉഷ എം.പിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, സദാനന്ദ മാഷിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു 6-7 പ്രപ്പോസലുകൾ ഇപ്പോഴും നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ കിടക്കുകയാണ്. അതിനുശേഷമാണ് ഇവിടുത്തെ ആളുകൾ വന്നിട്ട് ഈ വിഷയം കൂടി നമ്മളോട് പറയുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ അയച്ചു. ആ പ്രപ്പോസലിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഏറ്റവും ന്യായമായിട്ടുള്ളൊരു ആവശ്യം. ഈ ആവശ്യം എന്ന് പറയുന്നത് 1-2 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് നാട്ടുകാർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിരവധി വിദ്യാലയങ്ങളുണ്ട്, യു പി സ്കൂളുണ്ട്, LP സ്കൂളുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, വുമൻസ് കോളേജ് ഉണ്ട്. എനിക്കിതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ഞാൻ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമാകേണ്ട ഒരു അണ്ടർപാസ് തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ന്യായമായിട്ടുള്ള സമരമാണ്. ദേശീയപാതയുടെ ഉദ്യോഗസ്ഥന്മാരോട് അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിജിയോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് അടുത്ത ആഴ്ച തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ പ്രതിനിധി സംഘം, ബിജെപിയുടെ പ്രതിനിധി സംഘം, രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെയുള്ള ആളുകൾ വീണ്ടും നിതിൻ ഗഡ്കരിജിയെ കാണാൻ പോകുന്നുണ്ട്. ഈ പ്രപ്പോസൽ ഓൾറെഡി ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിക്ക് തന്ന പ്രപ്പോസൽ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ആ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ സാഹചര്യത്തെക്കുറിച്ച്, ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കും. ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം തന്നെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. 28 ദിവസമായി പ്രദേശവാസികളുടെ സമരം തുടരുകയാണെന്നും അടിപ്പാത നിർമ്മാണത്തിലെ അനിശ്ചിതത്വം ചോമ്പാല ഹാർബറിന്റെ വികസനത്തെ ഗൗരവമായി ബാധിക്കുന്ന വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമരസമിതി ചെയർമാൻ MV ജയപ്രകാശ്, കൺവീനർ അനിക സുരേഷ്, ബിജെപി സംസ്ഥാന സമിതി അംഗം KP ജയകുമാർ, ശശിധരൻ തോട്ടത്തിൽ, PK പ്രകാശൻ, ബിജെപി നോർത്ത് ജില്ലാ സെക്രട്ടറിമാരായ രവിലേഷ് അഴിയൂർ, PK പ്രീത, പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ തയ്യൽ, ഒഞ്ചിയം മണ്ഡലം ജനറൽ സെക്രട്ടറി VPK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.